السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. ولا تقولوا لما تصف ألسنتكم الكذب هذا حلال وهذا حرام لتفتروا على الله الكذب إن الذين يفترون على الله الكذب لا يفلحون. متاع قليل ولهم عذاب أليم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ദീനുൽ ഇസ്ലാമിൻ്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ നാഥൻ ആ പാതയിൽ നന്നായി മുന്നോട്ട് ഗമിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനായ ദീനുൽ ഇസ്ലാം, ആ ഇസ്ലാമിലെ ഏത് നിയമങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാലും അത് മനുഷ്യൻ്റെ, അവൻ ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നവനാണെങ്കിലും അവക്കെല്ലാം പര്യാപ്തമായ നിലക്ക് ഏത് കാലഘട്ടത്തിലെയും സന്ദർഭങ്ങൾക്ക് ഉചിതമായ നിലക്കുള്ള നിയമങ്ങൾ മാത്രമാണ് ഇസ്ലാമിക ശരീഅത്തിലുള്ളത്. അതിന് കാരണം ദീനുൽ ഇസ്ലാം ഏതെങ്കിലും വ്യക്തികളുടെ
ഏതെങ്കിലും കാലഘട്ടത്തിൽ ജീവിച്ച ബുദ്ധിമാന്മാരുടെ മസ്തിഷ്കത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ തലയിൽ നിന്ന് ഉദിച്ച നിയമങ്ങളല്ല. ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അത് വിശദീകരിക്കാൻ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട വഹീന്റെ അടിസ്ഥാനത്തിൽ അത് വിശദീകരിച്ചതെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളിലൂടെ മനസ്സിലാക്കപ്പെടുകയും പഠിക്കുകയും ചെയ്യേണ്ടുന്ന നിയമങ്ങളാണ് ഇസ്ലാം ദീൻ. ആ ഇസ്ലാമിലെ ഏത് നിയമങ്ങളും അത് സർവശക്തനായ റബ്ബിൽ നിന്ന് അവതീർണമായതിനാൽ അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ, അതല്ലെങ്കിൽ അതിൻ്റെ വക്താക്കൾ, മുസ്ലിമീങ്ങൾ, ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകൾ വളരെയേറെ സൂക്ഷ്മതാബോധം ദീനിന്റെ കാര്യം പറയുമ്പോൾ ഉണ്ടായിരിക്കണം എന്നും അല്ലാഹു റബ്ബുൽ ആലമീൻ കണിശമായി തന്നെ മനുഷ്യരെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഇസ്ലാമികമായ നിയമങ്ങൾ ഓരോന്ന് പറയുമ്പോഴും ഞാൻ അല്ലാഹുവിൻ്റെ നിയമങ്ങളെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. ഞാനൊരു കാര്യം ഹറാമാണെന്ന് ജനങ്ങളോട് പറയുമ്പോൾ, ഒരു കാര്യം ഹലാലാണെന്ന് ഞാൻ പറയുമ്പോൾ, അല്ലാഹു അനുവദിച്ചിരിക്കുന്നു, അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന രൂപത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന ബോധം ഓരോ മുസ്ലിമിന്റെയും മനസ്സിൽ നിലനിൽക്കണം എന്നത് ഇസ്ലാമിന് നിർബന്ധമുണ്ട്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആൻ അത് വിശദീകരിച്ചു തരാൻ ഏൽപ്പിക്കപ്പെട്ട മഹനീയ വ്യക്തിത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചക തിരുമേനി അത് കൃത്യമായും ഭംഗിയായും നിർവഹിച്ചു തന്നിട്ടുണ്ട്. ആ അമ്പിയാക്കളിൽ നിന്ന്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഈ ദൗത്യത്തെ കൃത്യമായി ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത ഇനി ഖിയാമത്ത് നാൾ വരെ ദീന് പഠിച്ചിട്ടുള്ള ആളുകൾക്കാണ്. ഈ സമുദായത്തിലെ തഹഖീഖുള്ള പണ്ഡിതന്മാർക്കാണ് ദീനി ദഅവത്ത് നടത്താൻ, അല്ലെങ്കിൽ ഇസ്ലാമികമായ കാര്യങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ അവർക്കാണ് യോഗ്യതയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളിൽ കാണാം, മഹാന്മാരായ പ്രവാചകന്മാർ ഈ ലോകത്ത് ദീനാറുകളോ ദിർഹമുകളോ അല്ല ബാക്കിയാക്കി വെച്ചു പോയിട്ടുള്ളത്. ഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ, നിശ്ചയമായും പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. പ്രവാചകന്മാർ ഈ ഭൂമുഖത്ത് ദീനാറുകളും ദിർഹമുകളുമല്ല അനന്തരമിട്ട് പോയത്, മറിച്ചവർ അനന്തരമാക്കി വെച്ച് പോയിട്ടുള്ളത് അൽ ഇൽമ, അറിവാണ്. ആ അറിവിനെ ആര് നേടുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുവോ അവൻ വമ്പിച്ച ഭാഗ്യവാനാണ് എന്ന അർത്ഥത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു വചനം നമുക്ക് കാണാൻ സാധിക്കും. കൃത്യമായ പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ ദീനീ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചു വേണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. ഇസ്ലാമികമായിട്ടൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ ആരാവട്ടെ, താൻ പറയുന്ന കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമായ ബോധമില്ലാതെ മറ്റു കാര്യങ്ങൾ കൈയാളും പോലെ കൈയാളേണ്ടുന്ന മേഖലയല്ല ദീനിന്റെ രംഗം. ഞാനൊരാളോടൊരു കാര്യത്തെ സംബന്ധിച്ച്, ദീനിനെ സംബന്ധിച്ച്, ദീനിൽ ഒരു കാര്യം ഹറാമാണെന്നോ ഹലാലാണെന്നോ ഞാൻ പറയുമ്പോൾ ഞാൻ അള്ളാഹുവിന്റെ വാക്കുകളായിട്ടാണ്, അല്ലെങ്കിൽ ഇസ്ലാമികമായ ശരീഅത്തിലെ നിയമങ്ങളായിട്ടാണ് ഞാനത് പറയുന്നത് എന്ന ബോധമാണ് ഓരോരുത്തരിലും ഉണ്ടാകേണ്ടത്. നിനക്കറിവില്ലാത്തത് നീ പറയരുത്, അറിയാതെ സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? ഒരാൾക്ക് ഇസ്ലാമികമായ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും കൃത്യമായ ബോധവും കൃത്യമായ ധാരണയും എല്ലാം ഉണ്ടായാൽ മാത്രമേ ഒരാളോടൊരു കാര്യം പറയാൻ പാടുള്ളൂ എന്നുണ്ടോ? ഇല്ല. താൻ പറയുന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ ബോധം വേണം. താൻ ഏതൊരു കാര്യത്തിലേക്കാണോ ജനങ്ങളെ ക്ഷണിക്കുന്നത്, ഏതൊരു കാര്യത്തെയാണോ ജനങ്ങളോട് പറയുന്നത്, അതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ഓരോരുത്തർക്കും ആവശ്യമാണ്. അല്ലാത്ത കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ ഇസ്ലാമികമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഹറാം ഹലാലുകൾ വിവരമില്ലാതെ പറഞ്ഞാൽ അത് പടച്ചതമ്പുരാന്റെ പേരിൽ കള്ളം പറയലാണ്, അത് ഗൗരവതരമായ കുറ്റമാണ് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ സൂറത്തുൻ നഹ്ലിലെ 116, 117 വചനങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, വലാ തഖൂലു
ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദാ ഹലാലും വഹാദാ ഹറാം ലിതഫ്തറൂ അലല്ലാഹിൽ കദിബ ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ മതാഉൻ ഖലീലുൻ വലഹും അദാബുൻ അലീം. വലാ തഖൂലൂ, നിങ്ങൾ പറഞ്ഞു പോകരുത്. അല്ലാഹു പറയുകയാണ്, വലാ തഖൂലൂ, നിങ്ങൾ പറയരുത്, ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ, നിങ്ങളുടെ നാവിന് ചേലുള്ള രൂപത്തിൽ ഇങ്ങനെ ഓരോ വാക്കുകൾ പറയുക. മതത്തിന്റെ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിധിവിലക്കുകൾ പറയുമ്പോ ഹാദാ ഹലാലും വഹാദാ ഹറാമുൻ, ഇത് ഹലാലാണ് ഇത് ഹറാമാണ് എന്നിങ്ങനെ നിങ്ങളങ്ങനെ കള്ളം പറയരുത്. ലിതഫ്തറൂ അലല്ലാഹിൽ കദിബ, അല്ലാഹുവിന്റെ പേരിൽ നിങ്ങൾ കള്ളം ആരോപിക്കാൻ വേണ്ടി അറിവില്ലാതെ പറയുക, ഒരു കാര്യത്തെ സംബന്ധിച്ച് തഹ്ഖീഖില്ലാതെ പറയുക, വിശുദ്ധ ഖുർആനിന്റെ പിൻബലമില്ലാതെ പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളുടെ പിൻബലമില്ലാതെ പറയുക, മതത്തിന്റെ വിഷയങ്ങളിൽ അവരവർക്ക് തോന്നിയ രൂപത്തിൽ അങ്ങ് ഫത്വകൾ നൽകുക, അവരവർക്ക് തോന്നിയ രൂപത്തിൽ അങ്ങ് മതത്തിന്റെ കാര്യത്തിൽ കേറിച്ചാടി അങ്ങ് അഭിപ്രായം പറയുക. ഇത് വളരെ സൂക്ഷിച്ചു വേണമെന്നാണ് ഇസ്ലാം പറയുന്നത്. അല്ലാഹുവിന്റെ പേരിൽ കള്ളം പറയലായി പോകുന്നത്. കാരണം ഒരു കാര്യം ഹലാലെന്നും ഹറാമെന്നും പറയുമ്പോ അത് അല്ലാഹുവിന്റെ പേരിലാണ് നീ ആ കള്ളം പറയുന്നതെന്ന് ഓർക്കണം. എന്നിട്ട് ഖുർആനിന്റെ താക്കീത്, ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ, നിശ്ചയം അല്ലാഹുവിന്റെ പേരിൽ കളവ് കെട്ടി പറയുന്നവർ ലാ യുഫ്ലിഹൂൻ, അവർ വിജയിക്കുന്നവരല്ല. മതാഉൻ ഖലീൽ, ദുനിയാവിൽ അവർക്ക് ചില വിഭവങ്ങളും സുഖങ്ങളും ഒക്കെ കിട്ടിയേക്കും, പക്ഷേ വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയാണ് വരാൻ പോകുന്നത്. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ സംഗതികളെ ഹലാലാക്കി കൊടുക്കുന്ന മുഫ്തിമാരുണ്ട്, അള്ളാഹു അനുവദിച്ചിരുന്ന സംഗതികളെ ഹറാമാക്കുന്ന മുഫ്തിമാരുണ്ട്. ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങളെ നിഷിദ്ധമാക്കി കൊടുക്കുകയും നിഷിദ്ധമാക്കിയവയെ അനുവദിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന മുഫ്തിമാര്, ഫത്വകൾ നൽകുന്ന, മതവിധികൾ നൽകുന്ന ആളുകൾ ലോകത്തെമ്പാടും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആളുകളിൽ നിന്ന് കിട്ടുന്ന ഭൗതികമായ നേട്ടങ്ങളെ നോക്കിക്കൊണ്ട് ഫത്വ നൽകുന്ന മുഫ്തിമാരുണ്ട്. അതുപോലെ തന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് ഫത്വകൾ നൽകുന്ന മുഫ്തിമാരുണ്ട്, മതവിധി നൽകുന്നവരുണ്ട്. ഇസ്ലാം പറയുകയാണ്, നിനക്കറിവില്ലാത്തതിനെ സംബന്ധിച്ച് നീ സംസാരിച്ചു പോകാൻ പാടില്ല. അറിവില്ലെങ്കിൽ എനിക്കതിനെ സംബന്ധിച്ച് അറിവില്ലെന്ന് പറയലാണ് ഏറ്റവും വലിയ ബുദ്ധിയും ഏറ്റവും വലിയ വിനയവും അത് തന്നെയാണ്. നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദീന് കൈകാര്യം ചെയ്യാൻ അള്ളാഹ് ഏൽപ്പിച്ച മഹാനായ ഒരു മുഫ്തി തന്നെയാണ്. ഫത്വ നൽകാൻ ഈ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോളം യോഗ്യത ആർക്കാണ്? അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു ഏൽപ്പിച്ചതാണ്. വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസ് മാ നുസ്സില ഇലൈഹിം, ഈ ജനങ്ങൾക്ക് ഇറക്കപ്പെട്ടു കൊടുത്തിട്ടുള്ള പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ആശയങ്ങൾ എന്താണെങ്കിൽ അത് മനസ്സിലായിട്ടില്ലാത്ത ആളുകൾക്ക് അത് വിവരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഓ നബിയെ താങ്കൾക്കാണുള്ളത്. ഖുർആൻ, ആ ഖുർആനിന്റെ വിവരണം നടത്തിയത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് എന്ന് നമുക്കറിയാം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ വ്യാഖ്യാനിച്ചത് എങ്ങനെയാണ്? അവിടുന്ന് ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബുദ്ധിയിൽ തോന്നിയ ഒരു വിശദീകരണം പറഞ്ഞതാണോ? അവിടുത്തേക്ക് തോന്നിയ ചിന്തയിൽ വന്നത് പറഞ്ഞതാണോ? അല്ല. പ്രവാചകൻ ഖുർആൻ ഓതി കേൾപ്പിച്ചതുപോലെ അവിടുന്ന് ഖുർആനിന്റെ നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളെ സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തതും സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നില്ല. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ, സ്വന്തം ഇഷ്ടപ്രകാരം അവിടുന്ന് ദീന് സംസാരിക്കാറില്ല, അല്ലാഹ് നൽകിയ വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ. അള്ളാഹു വഹിയാൻ കൊടുത്താളാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ അങ്ങ് വിശദീകരിക്കുക. അത്ര സൂക്ഷ്മതയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് പറയുമ്പോൾ, ദീനിന്റെ കാര്യം പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ടായ സൂക്ഷ്മതയാണ് പറയുന്നത്. ആ പ്രവാചകനോട് എത്രയോ ആളുകൾ വന്ന് ചോദിച്ചിട്ടുണ്ട്, വൈവിധ്യമാർന്ന മസ്അലകൾ ചോദിച്ചിട്ടുണ്ട്. ഖുർആനിൽ ഒരുപാട് വചനങ്ങളിൽ നമുക്ക് കാണാം യസ്അലൂനക യസ്അലൂനക എന്നിങ്ങനെ തുടങ്ങുന്ന വചനങ്ങൾ. എന്താ അതിന്റെ അർത്ഥം? നിന്നോടവർ ചോദിക്കുന്നു, നിന്നോടവർ ചോദിക്കുന്നു ഇന്ന കാര്യത്തെ സംബന്ധിച്ച്. യസ്അലൂനക അനിൽ അഹില്ല യസ്അലൂനക അനിൽ അൻഫാൽ,
യസ്അലൂനക അനിർ റൂഹ്. ഇതൊക്കെ ഖുർആനിലെ ശൈലികളാണ്. അവിടെയൊക്കെ നബിയോട് ചോദിക്കുമ്പോ ഞാൻ ഖുർആൻ ഓതുന്ന നബിയല്ലേ, ഞാൻ ഈ ലോകത്തിന്റെ പ്രവാചകനല്ലേ എന്ന നിലക്ക് അവിടുത്തേക്ക് അറിവില്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ വഹി കാത്തു നിൽക്കുകയല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ഫത്വയും ഒരു മതവിധിയും ഒരു ചോദ്യത്തിനും ഉത്തരം നൽകിയിട്ടില്ല എന്ന് പ്രവാചകന്റെ ചരിത്രം നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരുന്നു. അവിടുത്തോട് ചോദിക്കുമ്പോ യൂതന്മാര് വന്നിട്ട് ഒരിക്കൽ ചോദിച്ചു, എന്താ ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ മുഹമ്മദേ? ഈ റൂഹ് എന്ന് പറഞ്ഞാൽ എന്താ? യസ്അലൂനക അനിർ റൂഹ്. ആത്മാവിനെ സംബന്ധിച്ച് റൂഹ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർ താങ്കളോട് ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്ക് മറുപടി പറഞ്ഞുവോ? അവിടുന്ന് ചിന്തിക്കാതെ എന്തെങ്കിലും പറയുന്ന ആളാണോ? ഇല്ല. അല്ലാഹു വഹി അറിയിച്ചു കൊടുക്കുകയാണ്. ഖുൽ, പറഞ്ഞോളൂ നബിയേ, ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. റൂഹ് എന്ന് പറയുന്നത് എന്റെ റബ്ബിന്റെ കാര്യങ്ങളിൽപ്പെട്ടതാണ്. എനിക്കതിനെ സംബന്ധിച്ച് പറയാൻ അറിഞ്ഞുകൂടാ. അതെന്റെ നാഥന്റെ കാര്യങ്ങളിൽപ്പെട്ടതാണ്. എനിക്കതിനെ സംബന്ധിച്ച് പറയാൻ കഴിയില്ല. എന്നിട്ട് ഉടനെ തന്നെ പറയുകയാണ്, വമാ ഊതീതും മിനൽ ഇൽമി, അറിവിൽ നിന്ന് നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല കേട്ടോ, ഇല്ലാ ഖലീലാ, വളരെ തുച്ഛമായതല്ലാതെ. തുച്ഛമായ അറിവല്ലാതെ മനുഷ്യർക്ക് നൽകപ്പെട്ടിട്ടില്ല. അള്ളാഹുവിന്റെ അറിവിനെ അപേക്ഷിച്ച് മനുഷ്യന്മാർക്ക് മുഴുവൻ കിട്ടിയ ഇൽമ് തുലോം തുച്ഛമാണ്, വളരെ വിരളമാണ്. അപ്പൊ ദീനിന്റെ ഒരു കാര്യം കൈകാര്യം ചെയ്തപ്പോ മഹാനായ മുത്തു മുസ്തഫ കാണിച്ച ഒരു സൂക്ഷ്മത, ഒരു കാര്യത്തെപ്പറ്റി സഹാബിമാര് വന്ന് അഭിപ്രായം പറയുമ്പോൾ പ്രവാചകൻ സ്വന്തം ഇഷ്ടപ്രകാരം ആഗ്രഹിച്ചിട്ട് പോലും അത് നടപ്പാക്കിയിട്ടില്ല. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഏറെ മോഹമുണ്ടായിരുന്നു. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ഖിബില മാറ്റിയിട്ട് മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയുന്ന ഒരു കാലം വന്നെങ്കിൽ, ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നത് മതിയാക്കിയിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട പാരമ്പര്യമുള്ള കഅബാലയത്തിലേക്ക് ഖിബിലയാക്കിക്കൊണ്ട് നിസ്കരിക്കാനുള്ള അനുവാദം കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോഹിച്ചിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട്. ആ കാര്യത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിലപാടെന്തായിരുന്നു? അള്ളാന്റെ വഹിയും കാത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, തീരുമാനം നടപ്പിലാക്കുന്നില്ല. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ, മുകളിലേക്ക് കണ്ണും നട്ടുകൊണ്ട് നീ ഇരിക്കുന്നത് നാം കാണുന്നുണ്ട് നബിയേ. ഈ വിഷയത്തിൽ ഒരു തീരുമാനം അറിയാൻ വേണ്ടി നിങ്ങൾ വല്ലാതെ കൊതിക്കുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഫവല്ലി വജ്ഹക ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. അങ്ങക്ക് തൃപ്തികരമായ നിലക്ക് ആ സ്ഥാനത്തേക്ക് തന്നെ അങ്ങേ നാം തിരിക്കാൻ പോകുന്നു നബിയെ. അതുകൊണ്ട് മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിച്ചോളൂ. വഹി കാത്തു നിൽക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനായി ഇത് പറയുന്നത്. ജനങ്ങൾ വന്ന് ഇസ്ലാമികമായിട്ട് മതപരമായിട്ട് ഒരു കാര്യം ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അറിവില്ലാത്ത കാര്യമാണെങ്കിൽ അവിടുന്ന് അല്ലാഹുവിന്റെ തീരുമാനം കാത്തു നിൽക്കുകയാണ്, വഹി കിട്ടാൻ കാത്തു നിൽക്കുകയാണ്. എത്രയോ സന്ദർഭങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സ്വഹാബത്ത് വന്ന് നബിയോട് ചില മസലകളൊക്കെ ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം പാലിക്കുന്നു. എന്താ മൗനം പാലിക്കാൻ കാരണം? ചാടിക്കയറി അങ്ങ് അഭിപ്രായം പറയാൻ പറ്റൂല, വഹി കാത്തു നിൽക്കേണ്. അപ്പോഴാ ജിബ്രീൽ അലൈഹിസ്സലാം വചനം കൊണ്ടിറങ്ങുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്വ കൊടുക്കുന്നു, മറുപടി കൊടുക്കുന്നു. അത്ര സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനിനെ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്തും അങ്ങനെയായിരുന്നു. മതത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചില വചനങ്ങളിൽ കാണാം, അവിടുന്ന് പഠിപ്പിച്ചു തരുന്നു, അജ്റഉകും അലൽ ഫുതിയാ അജ്റഉകും അലന്നാർ. മതത്തിന്റെ കാര്യത്തിൽ പെട്ടെന്ന് ധൃതി കൂട്ടി അങ്ങ് ഫത്വ പുറപ്പെടുവിക്കാൻ ധൈര്യം കാണിക്കുന്നവൻ, മതത്തിന്റെ വിഷയത്തിൽ ചിന്തിക്കാതെ പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ അതിനെ സംബന്ധിച്ച് അങ്ങ് കൃത്യമായി മറുപടി പറയാൻ ധൈര്യം കാണിക്കുന്നവൻ, അജ്റഉകും അലന്നാരി, നിങ്ങളുടെ കൂട്ടത്തിൽ നരകത്തിൽ ചാടാനും ഏറ്റവും ധൈര്യം കാണിച്ചവനാണ്. ഏറ്റവും കൂടുതൽ ഫത്വക്ക് ധൈര്യം കാണിക്കുന്നവൻ നരകത്തിലേക്കാണ് അവൻ ഏറ്റവും ധൈര്യം കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇമാം സുഫിയാനു സൗരി റഹ്മഹുല്ലാഹ് പറയുകയുണ്ടായി, അജ്സറുന്നാസി അലൽ ഫുതിയാ അഖല്ലുഹും ഇൽമാ. ഫത്വ കൊടുക്കാൻ പെട്ടെന്ന് ധൈര്യം കാണിക്കുന്നവൻ ഇൽമു കുറഞ്ഞവരായിരിക്കും. ഇൽമില്ലാത്തവനാ പെട്ടെന്ന് അങ്ങ് ഫത്വ കൊടുക്കാൻ, അവന് ചിന്തിക്കാനൊന്നുമില്ല, പെട്ടെന്ന് അങ്ങ് പറയും.
അതിനെപ്പറ്റി പഠിക്കുകയും വേണ്ട, അറിയും വേണ്ട. അവൻ ആകെ ചിന്തിക്കുന്നത് എന്നോടൊരു കാര്യം ചോദിച്ചിട്ട് താനത് പറഞ്ഞിട്ടില്ലെങ്കിൽ ആൾക്കാരെന്താ വിചാരിക്കുക, തനിക്കിത് അറിയില്ല എന്നല്ലേ. അതുകൊണ്ട് പെട്ടെന്ന് അഭിപ്രായം പറയുന്നേ, പെട്ടെന്ന് അഭിപ്രായം പറയുന്ന സമ്പ്രദായം. മഹാന്മാരായ സ്വഹാബത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, ഇങ്ങനെ പെട്ടെന്ന് ദീനിനെ സംബന്ധിച്ച് പഠിക്കാതെ അറിയാതെ തെളിവില്ലാതെ സംസാരിക്കുന്നവർ, തുരീദൂന, അങ്ങനെ ചോദിക്കുന്നവരോട് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ട്, തുരീദൂന അൻ തജഅലൂന ജസറൻ തഅബ്റൂന അലൈനാ ഇലാ ജഹന്നം, നരകത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ വേണ്ടിയുള്ള പാലമാക്കുകയാണോ നിങ്ങൾ ഞങ്ങളെ? നിങ്ങൾക്ക് നരകത്തിലേക്ക് പോകാനുള്ള ഒരു പാലമാക്കുകയാണോ? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? ആ ചോദ്യത്തിന്റെ അർത്ഥം, നിങ്ങൾ ചോദിച്ച കാര്യത്തെ സംബന്ധിച്ച് എനിക്ക് കൃത്യമായി തെളിവില്ലാതെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നരകത്തിൽ പോയാൽ ചൂണ്ടുക എന്റെ നേരെയാണ്. ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്തത്, നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തത്. അതുകൊണ്ട് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇന്ന് യാതൊരു പ്രശ്നവുമില്ലാത്ത ലോകമാണ്. ഇന്ന് ആളുകൾ സാധാരണക്കാരും അല്ലാത്തവരും ഒക്കെ ഫത്വ കൊടുക്കുന്ന ആളുകളാണ്. ഏത് ചോദ്യത്തിനും ഉത്തരം പറയുന്നവരാണ്, ഫത്വ നൽകുന്ന മുഫ്തിമാരാണ്. അങ്ങനെ ഇസ്ലാം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അന്ത്യനാളിന്റെ ലക്ഷണം ഇൽമി ലോകത്തിൽ നിന്ന് ഉയർത്തപ്പെടലാണ്. ഇൽമി ലോകത്തിൽ നിന്ന് ഉയർത്തപ്പെടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പറയാണ്, ഓ ജനങ്ങളെ, എങ്ങനെയാ ഇൽമു ഉയർത്തപ്പെടാൻ നിങ്ങൾക്ക് മനസ്സിലായോ? ബിഖബ്ലിൽ ഉലമായി, കാര്യങ്ങളെ സംബന്ധിച്ച് തഹ്ഖീഖുള്ള കൃത്യമായ ബോധമുള്ള പണ്ഡിതന്മാർ ഈ ലോകത്തിൽ നിന്ന് മരിച്ചു തീരലാണ്. നല്ല ബോധമുള്ള അവഗാഹമുള്ള പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാർ ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പോകും. എന്നിട്ട് അവരുടെ സ്ഥാനത്ത് ചില മുഫ്തിമാര് അവരോധിക്കപ്പെടും. ആ മുഫ്തിമാർക്ക് വിവരമില്ല, അവര് പഠിച്ചിട്ടില്ല, അവര് പ്രമാണങ്ങളെ മാനിക്കുന്നവരല്ല, തന്നിഷ്ടമനുസരിച്ചുകൊണ്ട് ഫത്വ കൊടുക്കുന്നവരാണ്. അങ്ങനെയുള്ള നേതാക്കന്മാരെ ആ സ്ഥാനത്ത് ജനങ്ങൾ കുടിയിരുത്തിയിട്ട് ഈ നേതാക്കന്മാരോടാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കപ്പെട്ടാലോ ഇവർ ചാടിക്കേറി അങ്ങ് ഫത്വയും കൊടുക്കും. ഒരറിവുമില്ലാതെ അവരതാ ഫത്വ കൊടുക്കുന്നു. അതിലൂടെ ഫത്വ കൊടുത്ത അവനും പഴച്ചു, വദല്ലൂ, കേട്ടവനും പഴപ്പിച്ചു. ഫത്വ കൊടുത്തോനും പഴച്ചു, അത് കേട്ടവനെ പഴപ്പിക്കും ചെയ്തു. ഈ ഒരവസ്ഥ വരാനിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ദീനിൽ ഹറാമായ സംഗതികളെ പോലും ഹലാലാണെന്ന് ഫത്വ കൊടുക്കുന്ന മുഫ്തിമാര് ലോകത്ത് വരും. പല സന്ദർഭങ്ങളിലായി നിങ്ങൾ കേട്ടൊരു ഹദീസ് ഓർമ്മപ്പെടുത്തട്ടെ. യകൂനു ഫീ ഉമ്മത്തി സയകൂനു ഫീ ഉമ്മത്തി അഖ്വാമുൻ, എന്റെ സമുദായത്തിൽ ഒരു ജനനം വരാനിരിക്കുന്നു, ഒരു കൂട്ടം ആളുകൾ ഈ ഉമ്മത്തിൽ പിൽക്കാലത്ത് വരാനിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ, വ്യഭിചാരത്തെ മറ്റു ചില ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഹലാലാണെന്ന് ഫത്വ കൊടുക്കും. അതൊരു വലിയ തെറ്റല്ലാത്ത നിലക്കതിനെ ന്യായീകരിച്ചു ഒപ്പിച്ചു കൊടുക്കും. വൽ ഹരീറ, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സിൽക്ക് വസ്ത്രം ധരിക്കൽ നിഷിദ്ധമാണല്ലോ, പട്ടുടുക്കൽ നിഷിദ്ധമാണല്ലോ, അതും ചില ന്യായീകരണങ്ങൾ പറഞ്ഞൊപ്പിച്ചുകൊണ്ട് ഹലാലാക്കാൻ ആളുകൾ ഉണ്ടാകും. വൽ ഖംറ, മദ്യത്തെ അതിന് വേറെ ചില പേരുകളൊക്കെ ഇട്ടിട്ടും പല ന്യായീകരണങ്ങൾ പറഞ്ഞൊപ്പിച്ചിട്ടുമൊക്കെ അത് അല്പമൊന്നും കുടിച്ചാൽ വലിയവര് തകരാറൊന്നുമില്ല എന്ന രൂപത്തിൽ ഫത്വ കൊടുക്കുന്ന മുഫ്തിമാര് വരും. നാലാമത് പറയുകയാണ് വൽ മആസിഫ, സംഗീതോപകരണങ്ങളെ, ആലാത്തുത്തറുബുകളെ, സംഗീതത്തിന്റെ ഉപകരണങ്ങളെ, അതേത് ഉപകരണങ്ങൾ ആധുനികമായ ഉപകരണമാണെങ്കിലും ഏത് ഉപകരണങ്ങളാണെങ്കിലും സംഗീതത്തിന്റെ താളക്കൊഴുപ്പിന് ഉപയോഗപ്പെടുത്തുന്ന അത്തരത്തിലുള്ള ഉപകരണങ്ങളെയും അതൊന്നും തെറ്റല്ല, അതൊക്കെ ഉപയോഗിക്കുന്നതിന് വിരോധമില്ല. ഇസ്ലാമിക ദഅവത്തിന് അതൊക്കെ ഈ കാലത്ത് വേണമെന്നൊക്കെ പറയുന്ന, അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ നിരോധിച്ചിട്ടുള്ള സംഗീതോപകരണങ്ങളെ പോലും അനുവദനീയമാണെന്ന് പറയുന്ന ജനങ്ങൾ വരിക തന്നെ ചെയ്യും. കേട്ടോ, ആ കാലമാണിത്, ആ കാലമാണിത്. നിങ്ങൾ ഇന്ന് പല പണ്ഡിതന്മാരോടും ചോദിച്ചു നോക്കൂ, പല സംഘടനകളുടെ ആളുകളോടും ചോദിച്ചു നോക്കൂ. ബുഖാരിയിലുള്ള ഹദീസല്ലേ,
ആലാത്തു തുറവുകൾ പാടില്ല എന്ന്, സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന്. പക്ഷേ എന്നിട്ടും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ തന്നെ പങ്കെടുത്തുകൊണ്ട് ഇശൽ നൈറ്റുകൾ സംഘടിപ്പിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ ആ നിലക്കുള്ള ആളുകളെ പ്രത്യേകമായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ നൃത്തവും ആട്ടവും പാട്ടും കൂത്തുമൊക്കെ സംഘടിപ്പിക്കുകയാണ്. അതിന് വമ്പിച്ച പബ്ലിസിറ്റി സമുദായം അവരുടെ പത്രങ്ങളിൽ നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിട്ടുള്ള കാര്യങ്ങളെ അതൊരു തെറ്റല്ല എന്ന രൂപത്തിൽ ആളുകൾക്കിടയിൽ വളരുന്ന ഒരവസ്ഥ വരുന്നത് ഇത് ലോകത്ത് സംഭവിക്കുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്തേ കാരണം? മതം കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അള്ളാനെ പറ്റിയുള്ള പേടിയില്ലാതെ പോയി. ജനങ്ങൾക്കൊപ്പിച്ചുകൊണ്ട് ഫത്വ നൽകുകയാണ്, ജനങ്ങൾക്കൊപ്പിച്ചുകൊണ്ട് ഫത്വ നൽകുകയാണ്, കാലഘട്ടത്തിനൊപ്പിച്ചുകൊണ്ട് ഫത്വ നൽകുകയാണ്. മറിച്ച് അള്ളാനെ പേടിയുള്ള ഒരു മുസ്ലിം ചെയ്യേണ്ടത് ആരെന്ത് ചെയ്യട്ടെ, ഭൂരിപക്ഷം ചെയ്യുന്നതാവട്ടെ അല്ലാത്തവർ ചെയ്യുന്നതാവട്ടെ, മതത്തിന്റെ വിഷയം പറയുമ്പോ അത് ഇസ്ലാമികമായി പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ സംസാരിക്കാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ നിയമമാണ്, അത് ഇസ്ലാമിന്റെ നിയമമാണ്. അറിവില്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് അറിവില്ല എന്ന് പറയലാണ് ബുദ്ധി. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം മദീനയിൽ ഫത്വ കൊടുക്കുന്ന ഏറ്റവും വലിയ മുഫ്തിയായിരുന്നു. മദീനത്ത് ഇമാം മാലിക് ഉണ്ടെങ്കിൽ മറ്റൊരാളോട് ഫത്വ ചോദിക്കേണ്ടതില്ല എന്നായിരുന്നു ജനസംസാരം. അത്രമാത്രം മദീനയിൽ അറിയപ്പെട്ട പണ്ഡിതനായിരുന്നു ഇമാം മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകളോടതാ ഒരു 40 ചോദ്യം ചോദിക്കുകയാണ് രാജ്യത്തെ ഭരണാധികാരി. 40 ചോദ്യം കൊടുത്തയക്കുകയാണ്. ഈ 40 ചോദ്യത്തിന് ഫത്വ തരണം എന്ന് പറഞ്ഞിട്ടാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സമീപത്തേക്ക് ദൂതനെ പറഞ്ഞു വിടുന്നത്. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അള്ളാനെ പേടിക്കുന്ന പണ്ഡിതനാണ്. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം 4 ചോദ്യത്തിന്റെ അടിയിൽ ഉത്തരം കൊടുത്തു. 4 ചോദ്യത്തിന് ഉത്തരം മഹാനവറുകൾ എഴുതി കൊടുത്തു. 36 ചോദ്യത്തിന്റെ അടിയിലും എഴുതി വെച്ചത് ലാ അദ്രി, എനിക്കറിഞ്ഞുകൂടാ, എനിക്കറിയില്ല. അതൊരു വലിയ വിവരമാണ്. അറിവില്ല എന്നതൊരു വലിയ വിവരമാണ്. ഏറ്റവും വലിയ വിവരം അത് തന്നെയാണ്. എനിക്ക് അറിവില്ല എന്ന വിവരം ഉണ്ടായാൽ തന്നെ മനുഷ്യൻ രക്ഷപ്പെട്ടു. ഈ ചാടിക്കേറി മതത്തിന്റെ കാര്യങ്ങളിൽ ഇങ്ങനെ ഓരോന്ന് തോന്നിയതുപോലെ സംസാരിക്കുന്ന ധൈര്യപ്പെടുന്നവൻ അറിവില്ലാത്തവരാണ് അതിനെ സംബന്ധിച്ച് ആ രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നത്. അള്ളാന്റെ ദീനിനൊരു കാര്യം നമ്മൾ ആര് സംസാരിക്കുമ്പോഴും കൃത്യമായ ബോധമുള്ളത് പറഞ്ഞുകൂടെ? പറയാം. നമ്മളോട് ഒരാളോടൊരു സംശയം ചോദിച്ചു ഒരാള്, അപ്പൊ എന്താ ഞാൻ പറയേണ്ടത്? എനിക്കറിയില്ല, എനിക്കറിയില്ല എന്ന് പറയാൻ പാടുണ്ടോ? അറിവുള്ളതാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം. അറിവുള്ളതാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക. അത് മറച്ചു വെച്ചാൽ വമ്പിച്ച കുറ്റം വേറെയാണ്. ആരെങ്കിലും ഒരു അറിവിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻസുഇല, ഒരു കാര്യത്തെ പറ്റി ഒരാൾ ചോദിക്കപ്പെട്ടു, അവൻക്കത് അറിയാം, പക്ഷെ അറിഞ്ഞിട്ടും അവൻ യക്തുമു, അവൻ മറച്ചു വെക്കുകയാണ്, എങ്കിൽ അവന് നരകത്തീ കൊണ്ടുള്ള ഒരു കടിഞ്ഞാണിടപ്പെടും നാളെ മഹ്ശറിൽ, പരലോകത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അറിവുള്ള കാര്യം ഒരാൾ ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കണം. അറിവില്ലെങ്കിലോ, അവൻ എന്നോട് ചോദിച്ചതല്ലേ, ഞാൻ അതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ എന്റെ ഇൽമ് ഇത്രയേ ഉള്ളൂ എന്ന് ജനം കണക്കാക്കൂലേ? അതുകൊണ്ട് എന്തെങ്കിലും ഒരു മറുപടി ഇപ്പൊ തൽക്കാലം പറഞ്ഞു കളയാം. പാടില്ല. അതാണ് പറയുന്നത്, അറിവില്ലെങ്കിൽ അറിവില്ല എന്ന് പറയുക. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇത്രമാത്രം തഹ്ഖീഖുള്ള പണ്ഡിതൻ പറയുകയാണ്, മൻ അജാബ ഫയൻബഗി ഖബ്ലൽ ജവാബി അൻ യഅരിദ നഫ്സഹു വലൽ ജന്നതി വന്നാർ وكيف خلاصه في الآخرة ثم يجيب فيها. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ദീനിനെ പറ്റി പറയുമ്പോ, മതപരമായ കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കുമ്പോ ആരെങ്കിലും അങ്ങനെ ഉത്തരം കൊടുക്കുകയാണെങ്കിൽ ഫയൻബഗി, ഇമാം അവറുകൾ പറയുകയാണ്, ഫയൻബഗി ഖബ്ലൽ ജവാബി, ഉത്തരം പറയുന്നതിന് മുമ്പേ ഈ മനുഷ്യന് അനിവാര്യമാണ് അൻ യഅരിദ നഫ്സഹു അലൽ ജന്നതി വന്നാർ, നാളെ മഹ്ശറിലെത്തിയാലുള്ള സ്വർഗത്തെയും നരകത്തെയും ഒന്ന് കൺമുമ്പിൽ ഇയാളൊന്ന് കാണണം. മതത്തിന്റെ കാര്യത്തിൽ മറുപടി പറയുന്നതിന് മുമ്പ് മറുപടി കൊടുക്കുന്നവൻ ആരാവട്ടെ, അവൻ ആദ്യം ചിന്തിക്കണം, നരകവും സ്വർഗമൊക്കെ ഉണ്ട്, അള്ളാഹുവിന്റെ പരലോകത്തെത്തിയാൽ സ്വർഗവും നരകമൊക്കെ ഉണ്ട്. വകൈഫ ഖലാസുഹു ഫിൽ ആഖിറ, ആഖിറത്തിൽ എന്റെ സ്ഥിതി എന്തായിരിക്കും? ഞാൻ എന്തിനാണ് ഈ മറുപടി പറയുന്നത്? ഞാൻ നരകത്തിലേക്കാണോ എത്തുക, അതോ സ്വർഗത്തിലേക്ക് എത്താനുള്ള കാര്യമാണോ ഞാൻ ഈ ചെയ്യുന്നത്? അതോർത്തുകൊണ്ട് വേണം സുമ്മ യുജീബ ഫീഹാ,
എന്നിട്ട് വേണം മതകാര്യത്തിൽ മറുപടി പറയാൻ. ഏറ്റവും വലിയ തഹ്ഖീഖുള്ള പണ്ഡിതനായി ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഇന്നിപ്പോ ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ടോ? എല്ലാവരും മുഫ്തിമാർ എല്ലാവരും മറുപടി പറയുന്നു, എല്ലാവരും ദീന് കൈകാര്യം ചെയ്യുന്നു, എല്ലാവരും പറയുന്നു ഇന്ന ഹദീസിന്റെ ഹറാമാണ്, ഇന്ന ഹദീസിന്റെ ഇത് ഹലാലാണ്, അത് ചെയ്തോ പ്രശ്നമൊന്നുമില്ല, അത് ചെയ്തോ ഇത് കുഴപ്പമൊന്നുമില്ല. ഈ നിലക്ക് മതത്തെ സംബന്ധിച്ച് അവഗാഹമില്ലാതെ, പഠിച്ചു പറയാതെ, പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് കാരണം അള്ളാന്റെ ദീനിനെ പറ്റി ആണ് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെയും മനുഷ്യർക്കുമിടയിലുള്ള ഒരു ദ്വിഭാഷിയാണ്, ഒരു തർജ്ജമക്കാരനാണ് ഫത്വ നൽകുന്നവൻ എന്ന് വരെ സാദൃശ്യപ്പെടുത്തിയ പണ്ഡിതന്മാരുണ്ട്. അപ്പൊ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന മേഖലയാണ്. അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചിട്ടേ മറുപടി പറയാവൂ. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു സംഭവമുണ്ട്. എന്താണ് ആ സംഭവം? ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞങ്ങളൊരു സ്ഥലത്തേക്ക് യാത്ര പോയപ്പോ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് തലക്കൊരു കല്ല് കൊണ്ടു, ശക്തമായൊരു വലിയ കല്ല് ഒരാളുടെ തലയിൽ വന്നു വീണു. അയാളുടെ തലയിൽ മുറിവുണ്ടായി. അങ്ങനെ ആ മനുഷ്യന് തന്നെ രാത്രിയിൽ അദ്ദേഹത്തിന് കുളി നിർബന്ധമാവുകയും ചെയ്തു. അപ്പൊ ഈ ഇദ്ദേഹം കൂടെയുണ്ടായിരുന്ന ആളുകളോട് ചോദിച്ചു, ഹൽ തജിദൂന ലീ റുഖ്സതൻ ഫി തയമ്മുമി, എനിക്ക് തയമ്മും ചെയ്യാൻ വല്ല വകുപ്പുണ്ടോ? എനിക്ക് തയമ്മും ചെയ്യാൻ, തലയിൽ മുറിയാണല്ലോ, എനിക്ക് തയമ്മും ചെയ്യാൻ വല്ല വിട്ടുവീഴ്ചയുണ്ടോ, ഇളവുമുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോ കുറച്ച് ആൾക്കാർ പറഞ്ഞു, മാ നജിദു ലക റുഖ്സ, നിങ്ങൾക്ക് ഒരു ഇളവുമില്ല, കുളിക്കുക തന്നെ വേണം. വാൻത തഖ്ദിറു അലൽ മായി, നിങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാൻ, വെള്ളമിടണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മുറിവിന്റെ പേരിൽ അങ്ങനെ ഒരു ഇളവൊന്നുമില്ല എന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞു കൊടുത്തു. ഇദ്ദേഹം ഇത് കേട്ടപാട് ഫഗത്തസല, ഇയാൾ കുളിച്ചു, ഫമാത, അദ്ദേഹം മരിച്ചു. തലയിൽ മുറിവുണ്ടായിട്ട് അദ്ദേഹം അവിടെ വെള്ളം ചോദിക്കാൻ പാടില്ലായിരുന്നു. കുറച്ച് ആൾക്കാരോട് കൂട്ടത്തിലുള്ളവരോട് ചോദിച്ചു, പറഞ്ഞു നിങ്ങൾക്ക് ഇളവൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം അത് കേട്ടു, അങ്ങനെ തന്നെ കുളിച്ചു, അദ്ദേഹം മരണപ്പെട്ടു. സ്വഹാബത്ത് പറയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലെത്തിയപ്പോൾ ഈ നടന്ന സംഭവം പറഞ്ഞു, ഇങ്ങനെ ഉണ്ടായി നബിയെ. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടുകൂടെ പറഞ്ഞു, ഖതലൂഹു ഖതലഹുല്ലാഹ്, അവരാ മനുഷ്യരെ കൊന്നു, അവരദ്ദേഹത്തെ കൊന്നു, അല്ലാഹു അവരോടും കോപിക്കട്ടെ, അല്ലാഹുവിന്റെ കോപം അവർക്കുണ്ടാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയത്തിന്റെ ഗൗരവം പറയാണ്. എന്നിട്ട് പറഞ്ഞൊരു വാചകമുണ്ട്, അല്ലാ സഅലൂ ഇദ്ലം യഅലമൂ ഫഇന്നമാ ശിഫാഉൽ ഇയ്യി അസ്സുആൽ. അല്ലാ സഅലൂ, അവർക്ക് ചോദിച്ചൂടായിരുന്നോ, ഇദ്ലം യഅലമൂ, അവർക്ക് അറിവില്ലെങ്കിൽ. അറിവില്ലാതെ എന്തിനാ മനുഷ്യന്റെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തു? അവർക്കറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചിട്ട് മറുപടി പറഞ്ഞാൽ പോരായിരുന്നോ? അജ്ഞതക്കുള്ള ഔഷധം, അജ്ഞത അറിവുകേട് എന്ന് പറയുന്നതിനുള്ള മരുന്ന് അസ്സുആലു, വിവരമുള്ളവരോട് ചോദിക്കലല്ലേ, എന്തേ ചോദിച്ചൂടായിരുന്നോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെന്ന് അല്പം ചില അഭിപ്രായ വ്യത്യാസമുള്ള ഒരു റിപ്പോർട്ടാണെങ്കിലും അബൂദാവൂദിൽ 336 നമ്പർ ഹദീസായി ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പണ്ഡിതന്മാരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം? മതത്തിന്റെ ഒരു കാര്യം പറയുമ്പോൾ സൂക്ഷിച്ചു വേണം, കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണം. അത് എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ്, ആ സൂക്ഷ്മത. കാരണം താൻ സംസാരിക്കുന്നത് അല്ലാഹുവിന്റെ ദീനിനെ സംബന്ധിച്ചാണ്. ആ ബോധമുണ്ടാകാൻ വേണ്ടി ആ നിലക്കുള്ള ഒരു സൂക്ഷ്മതാബോധം ജീവിതത്തിൽ ദീനിന്റെ കാര്യം എന്തു പറയുമ്പോഴും ഉണ്ടായിത്തീരുന്നെങ്കിൽ മാത്രമേ പരലോക രക്ഷയ്ക്ക് നാം അവകാശികളാവുകയുള്ളൂ എന്ന കനത്ത ഗുണപാഠമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങളിൽ നിന്ന്, അതുപോലെ ഖുർആനിക പ്രമേയങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അല്ലാഹുവിന്റെ ദീനിനെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുന്ന നല്ലവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവേ, സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തനായ നാഥൻ നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മതപരമായ കാര്യങ്ങളിൽ സംസാരിക്കുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടെയായിരിക്കണമെന്നും അത് അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ചാണ് ഞാൻ സംസാരിക്കുന്നതെന്ന ബോധം, തൻ്റെ സ്വർഗനരകം തീരുമാനിക്കപ്പെടുന്ന മേഖലയാണത് എന്ന ബോധമുണ്ടായിരിക്കണം എന്നതാണ് നാം പറഞ്ഞു വന്നത്. ഇതൊരാൾക്ക് വെറുതെ ഉണ്ടാകുന്നൊരു സംഗതിയല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച് താൻ അറിയേണ്ടത് അറിയാതെ പോയാൽ,
ഇസ്ലാം പറയുന്നത് ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. ഇൽമ് അന്വേഷിക്കുക, ഇൽമ് നേടുക എന്നത് സർവ്വ മുസ്ലിമിനും നിർബന്ധമായ സംഗതിയാണ്. ലോകത്ത് മനുഷ്യൻ നേടിയെടുക്കേണ്ട അറിവിൽ നിർബന്ധമായ അറിവ് പരലോകത്ത് അവനെ രക്ഷപ്പെടുത്തുന്ന അറിവാണ്. ആ അറിവ് നേടിയെടുക്കൽ എല്ലാവർക്കും നിർബന്ധമാണ്. പക്ഷേ നിർബന്ധമായ അറിവ് നേടാതിരിക്കുകയും ഭൗതിക ലോകത്തിന്റെ വിജയത്തിനാവശ്യമായ ഇൽമുകൾ മാത്രം നേടുകയും ചെയ്യുക എന്ന വിരോധാഭാസമാണ് ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്നത്. നമുക്ക് നിർബന്ധമായ അറിവ് നാം നേടുന്നില്ല, അതിനുവേണ്ടി നാം സമയം കാണുന്നില്ല, അതിനുവേണ്ടി നാം പരിശ്രമിക്കുന്നില്ല, അധ്വാനിക്കുന്നില്ല. അതേ അവസരത്തിൽ കേവലം ദുനിയാവിലെ ഏതാനും വർഷങ്ങളുടെ സുഖജീവിതത്തിന് വേണ്ടി ആവശ്യമായ ഭൗതികമായ അറിവുകൾ നേടാൻ നാം സമയം കാണുന്നു, അധ്വാനിക്കുന്നു, പരിശ്രമിക്കുന്നു, അതിനുവേണ്ടി എത്രയും പണവും ചെലവഴിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മനുഷ്യനോട് നാളെ പരലോകത്ത് ചോദിക്കപ്പെടുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് അറിവിനെ സംബന്ധിച്ച് നേടിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് നേടിയില്ല, ആവശ്യമായ അറിവ് എന്തുകൊണ്ട് നേടിയില്ല, നേടിയ അറിവിൽ നീ എന്തു പ്രവർത്തിച്ചു എന്ന ചോദ്യവുമുണ്ട്. ഓരോ മനുഷ്യനും അത് നിർബന്ധമാണ്. നമ്മളെല്ലാം പരലോകത്ത് രക്ഷപ്പെടാൻ ആവശ്യമായ തോതിലുള്ള അറിവ് നേടിയെടുക്കൽ എല്ലാവർക്കും ആവശ്യമാണ്. അതേ അവസരത്തിൽ അതിനെ സംബന്ധിച്ച് ചിന്തിക്കാതെ തനി ജാഹിലുകളായി ഖുർആൻ എന്തെന്നറിയില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അറിയില്ല, സ്വഹാബത്തിനെ കുറിച്ച് പഠിച്ചിട്ടില്ല, ഇസ്ലാമിന്റെ വിഷയങ്ങളെ സംബന്ധിച്ച് അറിയില്ല, നിർബന്ധമായ ഇബാദത്തുകളായ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് അവയെ സംബന്ധിച്ചുള്ള ധാരണകൾ പോലുമില്ല, കൃത്യമായി അവയൊന്നും നിർവഹിക്കാൻ അറിയില്ല. അങ്ങനെയൊക്കെ നിർബന്ധമായ അറിവുകൾ ഉപേക്ഷിച്ചിട്ട് വരുത്തി നാളെ പരലോകത്തെത്തുമ്പോ നരകത്തിയിൽ വന്ന് വീഴുമ്പോ അവിടെ വെച്ച് പറയുന്നൊരു വിലാപമുണ്ട്. ഖുർആൻ അത് ഉദ്ധരിക്കുന്നു. വഖാലൂ, അവര് പറയുകയാണ്, ലൗ കുന്നാ നസ്മഉ ഔ നഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ ഫഅതറഫൂ ബിദംബിഹിം ഫസുഹ്ഖൻ ലിഅസ്ഹാബിസ് സഈർ. സൂറത്തുൽ മുൽക്കിലതാ നരകത്തിയിൽ വന്ന് വീഴുന്ന പാപികളെ സംബന്ധിച്ചു പറയുന്നിടത്ത് ആ നരകത്തിയിൽ പാപികൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി വന്ന് വീഴുമ്പോ അവരുടെ ഒരു വിലാപം അല്ലാഹു പറയുന്നുണ്ട്. അവരെ വിളിച്ചു പറയുകയാണ്, ലൗ കുന്നാ നസ്മഉ, ഞങ്ങൾ കേൾക്കേണ്ടതൊക്കെ കൃത്യമായി കേൾക്കുകയും വനഖിലു, എന്നിട്ട് ചിന്തിച്ച് ഗ്രഹിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. മാ കുന്നാ, ഞങ്ങളായിത്തീരുമായിരുന്നില്ലല്ലോ ഫീ അസ്ഹാബിസ് സഈർ, ഈ കത്തിയാളുന്ന നരകത്തിയിൽ ഞങ്ങൾ വീഴുമായിരുന്നില്ലല്ലോ. ഞങ്ങൾ ഇവിടെ വന്ന് വീഴാൻ കാരണം ഞങ്ങൾ നിർബന്ധമായി കേൾക്കേണ്ടത്, പഠിക്കേണ്ടത്, ചിന്തിക്കേണ്ടതൊന്നും കേൾക്കുകയോ പഠിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തില്ലല്ലോ. അതൊക്കെ ചെയ്യാത്തത് കൊണ്ടാണല്ലോ ഇവിടെ വന്ന് വീണത്. ഞങ്ങൾ അങ്ങനെയൊക്കെ കേട്ടിരുന്നുവെങ്കിൽ, ചിന്തിച്ചിരുന്നുവെങ്കിൽ, പഠിച്ചിരുന്നുവെങ്കിൽ, അതനുസരിച്ച് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഞങ്ങൾ ഈ കത്തിയാളുന്ന നരകത്തിയുടെ ആളുകളായി പോകുമായിരുന്നില്ലല്ലോ. അവിടെ വെച്ചതാ ഫഅതറഫൂ ബിദുനൂബിഹിം, പാപികൾ അവരുടെ കുറ്റം ഏറ്റു പറയുകയാണ്, അവര് വരുത്തിയ വീഴ്ചകൾ അവർ വിളിച്ചു പറയുകയാണ്, അവരുടേതായ കുറ്റബോധം അവർ പ്രകടിപ്പിക്കുകയാണ്. പക്ഷേ അവിടെ കുറ്റബോധം കാണിച്ചിട്ട് ആര് കേൾക്കാനാണ്? ഫസുഹ്ഖൻ ലിഅസ്ഹാബിസ് സഈർ, നരകക്കാരായ ആളുകൾക്ക് വിദൂരത്തിലേക്ക് അവരെ ആട്ടിയോടിക്കപ്പെടുകയല്ലാതെ അവരുടെ കാര്യത്തിൽ അവരോട് സംസാരിക്കുന്നത് കേൾക്കാനോ അവരോട് കരുണ കാണിക്കാനോ അന്നവിടെ റബ്ബ് തയ്യാറാകുന്നതല്ല. ഇത് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടുന്ന ഒരു വചനമാണ്. മതത്തിന്റെ കാര്യത്തെ സംബന്ധിച്ച് സൂക്ഷ്മത വേണം എന്ന് പറയുമ്പോൾ എന്നാ പിന്നെ മതം പഠിക്കണ്ട, അതാണല്ലോ നല്ലത്. എന്ത് ചോദിച്ചാലും എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടുമല്ലോ. അങ്ങനെ ആരും ചിന്തിക്കണ്ട, അങ്ങനെ ആരും ചിന്തിക്കണ്ട. മനുഷ്യൻ അറിവ് നേടണം, ദീനിനെ സംബന്ധിച്ച അറിവ് നേടണം, അറിവാർജിക്കാൻ പറ്റാവുന്ന മേഖലകളിൽ സമയം കളയണം, അതിനുവേണ്ടി അധ്വാനിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. അങ്ങനെ അറിവ് നേടണം. എന്തിനു വേണ്ടി? നരകത്തിലെത്താതിരിക്കാൻ. അല്ലെങ്കിൽ നരകത്തിയിൽ എത്തുമ്പോ പറയും, ഞാനിതൊന്നും പഠിച്ചില്ലല്ലോ, കേട്ടില്ലല്ലോ, ചിന്തിച്ചില്ലല്ലോ. അവിടെ വെച്ചുള്ള വിലാപം ആരും കേൾക്കാനുണ്ടാവില്ല. അവിടെ വെച്ച് എന്ത് സംസാരിക്കുമ്പോഴും നരകത്തിയിൽ കിടന്ന് വിലാപ പ്രകടനം നടത്തുന്നവരോട് അള്ളാഹുവിന് ഒന്നേ പറയാനുള്ളൂ, ഇഖ്സഉ ഫീഹാ,
നിന്ദ്യനായി നീചനായി അവിടെ കിടന്നോടാ. വലാ തുകല്ലിമൂൻ, മിണ്ടിപ്പോകരുത്. വലാ തുകല്ലിമൂൻ, സംസാരിച്ചു പോകരുത്. നീചനായി അവിടെ കിടക്ക്. നീ വലിയ മാന്യനായിരുന്നില്ലേ? ഇന്നക അൻതൽ അസീസുൽ കരീം, നീ ദുനിയാവിൽ വലിയ മാന്യനായിരുന്നില്ലേ? വലിയ ആളായിരുന്നില്ലേ? എല്ലാം തികഞ്ഞവനാണെന്ന് നാട്യമുണ്ടായിരുന്നില്ലേ? ആസ്വദിച്ചോളൂ, അനുഭവിച്ചോളൂ. ഇപ്പൊ എന്തേ നിനക്കിത്ര വിലാപം തോന്നാൻ? നിന്റെ വിലാപം ഇന്ന് കേൾക്കപ്പെടുന്നതല്ല. അള്ളാഹുവിന്റെ കൽപ്പനയും അള്ളാഹുടെ മറുപടിയൊക്കെ അങ്ങനെ ഉണ്ടാവൂ. ഇത് ഖുർആൻ നമ്മളോട് സംസാരിച്ച യാഥാർത്ഥ്യമാണ്. ആ ബോധത്തോടെ വേണം സഹോദരന്മാരെ നമ്മൾ മുന്നോട്ട് പോകാൻ. നമുക്കാവശ്യമായ പരലോകരക്ഷയ്ക്ക് ആവശ്യമായ അറിവ് നേടിയെടുക്കലും പഠിക്കലും അതിനെ സംബന്ധിച്ച് ചിന്തിക്കലും അതിനുവേണ്ടി സമയം കളയലും ഒക്കെ അനിവാര്യമായ സംഗതിയാണ്. എന്തിന്? നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാൻ, നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ. വിവരമില്ലാതെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടൊരു പ്രയോജനം ഉണ്ടാവില്ല. അള്ളാന്റെ അടുക്കൽ അത് മഖ്ബൂലാവാതെ മർദൂദായി തള്ളിക്കളയുന്ന അവസ്ഥയാണെങ്കിൽ, അതുകൊണ്ട് നമ്മുടെ അമലുകളും നമ്മുടെ ഇബാദത്തുകളുമൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ മഖ്ബൂലായി തീരണമെങ്കിൽ നമുക്ക് അറിവ് ആവശ്യമാണ്. അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കൽ നിർബന്ധമാണ്. അറിവുള്ളവരോട് ചോദിക്കുമ്പോൾ അവർ തന്നിഷ്ടപ്രകാരം പറയാതിരിക്കലും നിർബന്ധമാണ്. പ്രമാണബദ്ധമായി മാത്രമേ അവരും സംസാരിക്കാവൂ. കാരണം ദീനാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. ഈ വക നിർദ്ദേശങ്ങളാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ഇത്തരം വചനങ്ങളിലൂടെയൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ സൂക്ഷ്മതാബോധം കൈവിടാതെ നമ്മുടെ പരലോകരക്ഷയ്ക്ക് ആവശ്യമായ അറിവുകൾ ആർജിക്കുന്നതിലും നേടിയെടുക്കുന്നതിലുമുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടണേ എന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. സർവശക്തനായ നാഥൻ നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള വീഴ്ചകൾ എത്ര ഗുരുതരമായതാണെങ്കിലും എല്ലാം പൊറുക്കുന്ന നാഥൻ പുറത്ത് മാപ്പ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ എല്ലാവിധ സുഖങ്ങളിൽ നിന്നും നാഥൻ നമുക്ക് ശിഫ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ ജോലികളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ അല്ലാഹു ഖൈറും ബർക്കത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.